ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് വസീഫും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. താനും ഇരയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം രാധാകൃഷ്ണന്റെ പേരടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ വേഗം തന്നെ പൈസ കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കുക, അതായത് പകുതി പൈസ വാങ്ങിച്ചവരുടെയൊക്കെ പൈസ വേഗം കൊടുത്ത് ആ പ്രശ്നത്തിൽ തടിയൂരുകയാണ് എൻ രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും രാധാകൃഷ്ണനെ പിന്തുണച്ച് രംഗത്തെത്തുകയോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വരികയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ രാധാകൃഷ്ണൻ അങ്ങനെ എളുപ്പത്തിൽ കൈകഴുകി പോകാൻ പറ്റും എന്ന് ഈ നാട് വിശ്വസിക്കില്ല. എത്ര തന്നെ ആയാലും അദ്ദേഹം മുഖാന്തരം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ തട്ടിപ്പ് നടത്തിയ ആള് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ പണമൊക്കെ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ പണം ഇവിടെ ഉള്ളത്. ഇനി ഈ പണം മറ്റാരുടെയെങ്കിലും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പൊ ED വരും എന്ന് പറയുന്നു. രാജ്യത്ത് തന്നെ നമുക്കറിയാം 6.4 കണ്ടാണ് ഇവരുടെ കൺവിക്ഷൻ റേറ്റ്. അത്രയും ഒരു കാര്യപ്രാപ്തിയുള്ള അന്വേഷണ ഏജൻസി ഒന്നും അല്ല ED. പ്രത്യേകിച്ച് ഇപ്പോൾ BJP ഭരണത്തിൽ അവരുടെ ആളുകളെ വെളുപ്പിച്ചെടുക്കാനും എതിരാളികളെയും ശത്രുക്കളെയും എങ്ങനെയെങ്കിലും കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. പ്രത്യേകിച്ച് ഇതിൽ BJPയുടെ ഒരു ഉന്നത നേതാവുള്ള സ്ഥിതിക്ക് എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ലാലി വിൻസെന്റ് അവരിപ്പോ ഈ നേരത്തെ ആ പരാതിക്കാരി സീഡ് സൊസൈറ്റിയുടെ ഭാരവാഹി പരാതിക്കാരി പറഞ്ഞു. കാരണം ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ താഴെ നിലയിൽ ഒന്നും അറിയാതെ ഇതിന്റെ ഭാഗമായി പെട്ടുപോയവർ. എന്നാൽ ലാലി വിൻസെന്റും എൻ രാധാകൃഷ്ണനും നജീബ് കാന്തപുരവും അങ്ങനെയല്ല. ഇവരൊക്കെ ഒരു മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിൽ ഇടപെട്ട ആളുകളാണ്. ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്ന് എന്റെ കയ്യിലുള്ള ഒരു പത്രത്തിൽ അവരുടെ ഈ ലാലി വിൻസെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അനന്തകൃഷ്ണൻ ബലിയാടാണ്. നോക്കൂ നിങ്ങൾ, ഒരു അഭിഭാഷക 40 ലക്ഷം വാങ്ങിയത് കൊണ്ട് പറയുന്ന വാക്കാണോ ഇത്? 40 ലക്ഷം മാത്രമായിരിക്കോ വാങ്ങിയിട്ടുണ്ടാവുക? AICCയുടെയും KPCCയുടെയും ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ഈ ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളിലും ഏതെങ്കിലും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പ്രശ്നങ്ങൾ പോലും വാതോരാതെ വിളിച്ചു പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ. എന്തേ ഒരു അക്ഷരം മിണ്ടാത്തത്? ഒന്നും പറയുന്നില്ലല്ലോ. എന്നിട്ട് പറയാ അനന്തു എനിക്ക് മകനെ പോലെയാണ്. ആരാ പറയുന്നത്? ലാലി വിൻസെന്റാ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ കാണാതെ ഒന്നും പോകാൻ പറ്റില്ല. ഇതിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ED വന്നതുകൊണ്ട് ഇത് അപ്പാടെ അങ്ങ് തെളിഞ്ഞ് കുറെ കേസ് നടന്ന് ആളുകൾക്ക് പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ വളരെ കൃത്യമായി ഇത് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇതിൽ BJPയുടെ പങ്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പല സ്ഥലത്തും BJPയുടെ വലിയ ഇടപെടലായി വലിയ ഒരു നേട്ടമായി ഇതിനെ കാണിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില നജീബ് കാന്തപുരന്മാര് അവർക്കെന്തോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടു എന്നാ ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അവര് തന്നെ 1000 രൂപയോ മറ്റോ അധികമായിട്ടാണ് പോലും വാങ്ങിയത്. ഇവർ വാങ്ങുന്നതിൽ അധികം വാങ്ങുക. ഒരു MLA അദ്ദേഹത്തിന്റെ എന്നിട്ട് റെസിപ്റ്റ് ഒക്കെ കൊടുക്കുക. റെസിപ്റ്റ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. പലരും പെരിന്തൽമണ്ണയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. ഇതിൽ BJPയുടെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതിൽ ഈ തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഈ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും മറ്റുമൊക്കെ നടത്തും, അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഇവർക്കുണ്ടാകുമല്ലോ. പിന്നെ ഈ പണമൊക്കെ എവിടെ പോയി എന്നുള്ളതും അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും കോടി രൂപ എവിടെ പോയി അത് അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ഇനിയിപ്പോ ഈ പറയുന്ന പ്രതി സംസാരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തെ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇവരുമായിട്ടുള്ള ബന്ധവും ഇടപാടൊക്കെ കിട്ടും. അങ്ങനെ വരാതിരിക്കാനായിരിക്കും ഈ ലാലി സെബാസ്റ്റ്യൻ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു അഭിഭാഷക, വെറും അഭിഭാഷക എന്നാ പറയുന്നത് പലരും, അവരുടെ ക്ലയന്റ് ആണ് എന്നൊക്കെ പറയുന്നത് ചാനലുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ സീഡിന്റെ ഭാരവാഹിയെ ഈ അങ്ങോട്ട് വിളിച്ച് കേസ് പിൻവലിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഉണ്ട്? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അശോക ആ ഫ്ളാറ്റിൽ നിന്ന് ഈ തെളിവുകൾ അടങ്ങുന്ന ഒരു വാഹനം പുറത്തേക്ക് പോകും എന്ന് കരുതിയപ്പോൾ ആ വാഹനം തടഞ്ഞു. അവരവിടെ ആ വാഹനത്തിന്റെ കാറ്റോ മറ്റോ ഒഴിച്ചുവിട്ടു എന്നാ പറയുന്നത്. എന്നിട്ട് അവരെ വിളിച്ച് ഇതിന്റെ ഭാരവാഹികളെ വിളിച്ച് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ് പോലും ഈ വക്കീൽ എന്ന് പറയുന്ന KPCCയുടെ കോൺഗ്രസിന്റെ നേതാവ്. അപ്പൊ ഇതെല്ലാം ഇതിൽ ഈ ഉന്നത പോലും കേസ് വാദിച്ചാൽ 40 ലക്ഷം കിട്ടുക കേസ് വാദിക്കലിന് മാത്രമുള്ള പ്രതിഫലമാണോ എന്നത് സംശയകരമാണ്.
അത്ഭുതമാണ്. സുപ്രീം കോടതി വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇതിന്റെ കുറച്ച് പൈസ കൊടുത്തതിന്റെ കണക്കുകൾ വെച്ച് കേരളത്തിൽ ഉടനീളം ഈ പ്രതിപക്ഷ നേതാവും സംഘവും എന്തൊക്കെ വിളിച്ചോരിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ ഇത്രയധികം പണം വാങ്ങുന്ന ഒരു മിടുക്കിയായ വക്കീലുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകാതെ പോയി. അതാ എന്നിട്ടും ഇവർ ന്യായീകരിക്കാനുള്ള കാരണം. 40 ലക്ഷം രൂപയൊക്കെ വാങ്ങുമ്പോൾ ഞാനാണ് വക്കീലെങ്കിൽ ഞാൻ വാങ്ങി വെക്കുമ്പോൾ ഇതിന്റെ ഒരു കാര്യവും ഇതിന്റെ ഒരു ഇടപാടുകളും അറിയാതിരിക്കുമോ? അറിയാതിരിക്കില്ല. ഇതിനകത്ത് കൃത്യമായ ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ചെന്നെത്തുമ്പോൾ ഇത് കൂടുതൽ ഈ പറയുന്ന ആളുകളിലേക്കൊക്കെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ കുറ്റമറ്റ അന്വേഷണം നടക്കണം. ഇതിൽ പ്രതികളെ പിടിക്കണം. ഇതിൽ ഇരയാക്കപ്പെട്ട അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. ഈ താഴെ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ, താഴെ ഈ കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം സമൂഹത്തിൽ അത്യാവശ്യം ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഈ പാവപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ ഈ സീഡ് സൊസൈറ്റിയുടെ ഒക്കെ ഭാഗമായി ഉപയോഗിച്ച് അവരെല്ലാം ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി നിർത്തി കബളിപ്പിച്ചതാണ് വളരെ കൃത്യമായി. അപ്പൊ ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം. ഈ പറയുന്ന ആളുകളെ എവിടേക്കാണ് പണം പോയതെന്ന് ചോദിച്ചാൽ ഒരു അക്കൗണ്ടിലേക്കാണ് പലതും പോകുന്നത്. ഈ സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഉറവിടം തേടിയുള്ള അന്വേഷണം നടക്കണം. വളരെ കാര്യപ്രാപ്തിയുള്ള അന്വേഷണത്തിൽ ഈ പ്രതികളെ പിടിക്കണം. ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. മേലിൽ ഇതുപോലെയുള്ള ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ ഈ ജനത്തിനും നമ്മുടെ നാടിനും ഒക്കെ ഇതിലൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകുന്ന തരത്തിൽ ഈ അന്വേഷണവും ഇതിന്റെ ഒരു ഫൈൻഡിങ്സും ഒക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.